വളർത്തരുതെന്ന് പറഞ്ഞിരുന്നല്ലേടാ തെണ്ടി. കെടാൻ പോകുന്നതിന് മുമ്പുള്ള ആളിക്കത്തല. എടാ അലമലാതി, നീ വീണ്ടും ബസ്സിറക്കിയല്ലേ? സ്നേഹം കൊണ്ട് പറയാ, മര്യാദക്ക് തിരിച്ചു പോയിക്കോ, അല്ലെ തടിയുടെ ഷേപ്പ് മാറും. നീ പോടാ കുളിരേ, ചുമ്മാ വിരട്ടാതെ. നിന്നെയൊക്കെ ഒതുക്കാൻ ഈ ഞാൻ ഒറ്റ ഒരുത്തെ മാത്രം മതി. ഇന്ന് നിന്റെയൊക്കെ അന്ത്യയാത്രയാ. സൂക്ഷിച്ചോ. ഒന്ന് വിട് കുര്യപ്പ, ജോണിമോ പോയി പ്രതികരിക്കട്ടെ. എന്തായത്? ജോണി ചായ മനസ്സിലായില്ല. മനസ്സിലാവാതിരിക്കരുത്, മനസ്സിലാവാതിരിക്കരുത്, മനസ്സിലാകണം, മനസ്സിലാകണം. ജോണി ചായ ഇവിടെ നടന്നത് എന്തെന്ന് മനസ്സിലായില്ല, ഒന്നും മനസ്സിലായി കൊടുക്കായി. ഒന്നുകൂടെ പൊട്ടി. ഓക്കെ. ഈ റൂട്ടിൽ ബസ് ഓടിക്കുന്നതില് തനിക്ക് പരാതി ഉണ്ടല്ലേ? ഉണ്ട്, എനിക്ക് പരാതി ഉണ്ട്. ആഹാ, നിനക്ക് പരാതി ഉണ്ടല്ലേ? ഇനി താൻ പരാതിപ്പെടുവോ? ഇല്ലേ, നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ ചെയ്യും. ജോണിമോനെ, ഇയാൾക്ക് ആസ്മ വലിവുണ്ടെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്താലോ? ആണോ ബാഹുലയ? വലിവുണ്ടോ? ഉണ്ട്. പൊടി പോയാ വലി വരുമോ? വരും. ഒന്ന് വലിച്ചു കാണിച്ചേ, ഞങ്ങൾ കാണട്ടെ. ഈ വലി ഒറിജിനൽ അല്ല. സത്യം പറ, തനിക്ക് വലിവുണ്ടോ? ഏയ്, ഇല്ലേ, ഈ വണ്ടി ഇതിലെ ഓടാതെ നിൽക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കി പറഞ്ഞ. കള്ള, അപ്പൊ താൻ ഡൂപ്പടിച്ചതാണല്ലേ? പാവപ്പെട്ട പാപനുപുരം നിവാസികളെയാണ് ഇയാൾ വഞ്ചിച്ചിരിക്കുന്നത്. ബാഹുലവ, ആസ്മ രോഗികൾക്ക് വേണ്ടിയുള്ള ഹൈദരാബാദിലെ മീൻ ചികിത്സയെ പറ്റി താൻ കേട്ടിട്ടുണ്ടോ? ഉണ്ട്. എന്തിനാ? പറയാം. രോഗം വന്ന് ചികിത്സിക്കുന്നതിലും നല്ലതാണ് രോഗം വരാതെ നോക്കുന്നത്. വയസ്സായി വരികയില്ലേ, ഈ വഴി ബസ്സൊക്കെ പോയി മണ്ണൊക്കെ പറഞ്ഞ് തനിക്ക് ആസ്മ വന്നാലോ? അതുകൊണ്ട് നമുക്ക് അഡ്വാൻസ് ആയി ഒരു ചികിത്സ ചെയ്യാം. എന്താ പ്രസിഡന്റ്? റെഡി. തങ്കപ്പാ, ഇവൻ ഹൈദരാബാദുകാരനല്ല, മെയ്ഡ് ഇൻ വാമനപുരം. വാമനപുരത്തെ ഗട്ടറിൽ വളർന്ന നല്ല ഒന്നാം തരം വരാൻ. നമുക്ക് ഇവനെ അങ്ങ് വിഴുങ്ങാം. അയ്യോ വേണ്ട. വാ തുറക്ക. വലിപ്പിക്കലും പതിരെ പിള്ള സാറിനെ കണ്ടു, അനുവാദം വാങ്ങിച്ചു. പിള്ള സാറോ? അതാരാ? ചന്ദ്രൻ പിള്ള സാറ്, ഞങ്ങളുടെ മുതലാളി, കാമധേന ബസ്സില്ലേ അതിന്റെ ഓണർ. അതായത് പിള്ള സാറിനെ ഒന്ന് ഞാൻ ഇങ്ങോട്ട് വന്ന കാര്യം ഒന്നും അറിയിക്കാൻ പറ്റിയില്ല. അദ്ദേഹം ഗൾഫിലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചാക്കപ്പനെ വിട്ടത്. സാറിന് രാവിലെ എത്തിയതേ ഉള്ളൂ. ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം തീർത്തിട്ട് ഓട്ടനെ മടങ്ങി ചെല്ലണമെന്ന് പറഞ്ഞു. വണ്ടി നിന്റെ പേര് തോന്നു മത്താപ്പ്. ഇവന് പറ്റിയ പേര്. തലഭാഗത്ത് മരുന്നും ബാക്കി തീപ്പെട്ടി കമ്പും. നീ എത്ര തവണ ബസ് അല്ല് വെച്ച് തള്ളിയിട്ടു? എന്റെ ഈശോയെ, ഈ ആകെ 5 ഇഞ്ചില്ലല്ലോടാ. എന്റെ മുഖത്ത് എന്ത് മോനെ നീന്താൻ അറിയാം? അറിയില്ല. മുങ്ങാനാണെങ്കിൽ അറിയാം. എന്നാ മാമൻ മോന് നീന്ത പഠിപ്പിച്ചരാ.
മോനെ ഇതിന്റെ ആഴം ഒന്ന് അളന്നിട്ട് വാ. അതെ ഇടട്ടാ. എടോ തന്റെ അടുത്ത് പറഞ്ഞാ മനസ്സിലാവില്ലേ? തന്റെ മുടി ഇവിടെ വെട്ടാൻ പറ്റില്ലെന്ന്. അതെന്താണെന്നാണ് ചോദിച്ചത്. എടോ കോപ്പേ, പച്ച മലയാളത്തിലല്ലേ എഴുതി വെച്ചിരിക്കുന്നത്? തനിക്ക് എന്താ കണ്ണില്ല? കണ്ണില്ല. ഇല്ലെങ്കിൽ തരാം. വാ, വെട്ട് ഇവിടെയും ഓട്ട എവിടെയും. എടോ രാജപ്പ, നിന്റെ കൂട്ടുകാരെയൊക്കെ ആ ജോണി നിർത്തിന്ന് കേട്ടല്ലോ. ആ നീ ഒന്ന് സൂക്ഷിച്ചോ. പറ്റ വെട്ടിക്കോ. അല്ല, നേരത്തെ പറഞ്ഞ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അല്ല, നീയോ അവരുടെ കൂട്ടത്തിലാണല്ലോ. എന്നാരും പറഞ്ഞു? അപ്പൊ നീ കാല് മാറിയോ? ഒന്നും മിണ്ടായിരിക്കും മൂപ്പരെ. ചുമ്മാ മനുഷ്യരെ പേടിപ്പിക്കാതെ. അല്ല, ഓർമ്മപ്പെടുത്തുന്നേ ഉള്ളൂ. ക്രമപ്രകാരം അടുത്ത ഊഴം നിനക്കുള്ളതാ. അയ്യോ, അവിടെ വരെ വന്ന ഒരു ചായ കുടിച്ചിട്ട് പോവാം. അതൊക്കെ പിന്നെ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നേരെ വീട്ടിലേക്ക് വന്നോളൂ. ബസ് അവിടെ പാർക്ക് ചെയ്യാം. അത് വേണോ പ്രസിഡന്റ്? അത് വേണം. അതൊക്കെ പിന്നെ ബുദ്ധിമുട്ടാവും. എന്ത് ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടുമില്ല. മാത്രമല്ല അതിന്റെ ഒരു മോഹം കൂടിയാണ്. മറിച്ച് പറയരുത്. കുഞ്ഞിനി നാട്ടുകാരെ കുറിച്ച് അറിഞ്ഞുകൂടാ. ഒക്കെ വിഷപ്പാമ്പുകളാണ്. പോയിസൺ പോയിസൺ. ഫുൾ കവറിങ്ങിൽ പോയി നോക്കാം. ബാധ്യരെ ദേ ബാനറിന് കാല്. അത് ബാനറിന്റെ കാലല്ല, ബാർബറിന്റെ കാല. കൂട്ടത്തിൽ മറ്റൊരു കരടാ. അഹിംസ. അല്ല, ഇതാണ് ആ വിഷപ്പാമ്പ്. എന്റെ അത്താഴം മുടക്കാൻ ഈ നീർക്കോലി മതി. ഒരൊറ്റ ട്രിപ്പ് കൊണ്ട് 4 പേരും ഫ്ലാറ്റ്. ഓ, അവരെ മെരുക്കുന്ന കാഴ്ച ഒന്ന് കാണേണ്ടതായിരുന്നു. അമ്പുജം പഞ്ഞി പോലെയല്ലേ പറത്തിക്കളഞ്ഞ്. പക്ഷെ എന്തൊക്കെയായാലും ശരി, ഇതുപോലൊരു റൗഡിയെ ഈ വീട്ടിൽ കയറ്റി താമസിപ്പിച്ച് അത്ര ശരിയായില്ല. അതിന് വീട്ടിനകത്തല്ലല്ലോ, പറമ്പിലല്ലേ. രണ്ടും ഒരുപോലല്ലേ? ദേ, പ്രായമായ ഒരു പെങ്കൊച്ചുള്ള വീടാ. നിന്റെ കാര്യമാണോ? അല്ല, മോളുടെ. ആ, മോടെ. അതിലും പ്രായമായവരല്ലേ ഞാനും നീയും നിന്റെ തന്തപ്പിശാചും. അത് ഉൾപ്പെടെ നമ്മളൊക്കെ ഇവിടെ തന്നെ ഇല്ലേ? എന്തായാലും അത്ര നന്നല്ല. എടീ, ജോണി വെറും റൗഡിയല്ല. ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയിരുന്ന എന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വന്നവനാണ്. ഇന്നു മുതൽ അവൻ എന്റെ കൂട്ടുകാരനാണ്. അലാവുദ്ദീന് ഭൂതം പോലെ. അല്ല, ഈരാമ്പിച്ചിക്ക് മരം പറ്റി പോലെ. വണ്ടാരമടങ്ങാൻ മരപ്പട്ടി. ഛേ. ആരുടെ ഇവൻ? ഓരവൃക്ഷരൂപമായി സുന്ദര. എന്തൊരു തളം, എന്തൊരു ലയം. സാക്ഷാൽ യേശുദാസ്. കുറെ നേരമായല്ലേ. അച്ഛ, ഇത് ഭാഗവതമാണ്. ഓ, ഇനി ഭാഗവതം വായിക്കാത്ത കുറവേ ഉള്ളൂ. ആ നേരം കൊണ്ട് പത്രത്തിൽ ജനമകാളം നോക്കി ഓരോരുത്തരും മാന്യമായി മരിക്കുന്ന എങ്ങനെയാന്ന് വായിക്ക്. അതെങ്ങനെ മനസ്സിൽ മരിക്കണം എന്നുള്ള വിചാരം വേണ്ടേ? കല്ലറയും കെട്ടി കാത്തിരുന്നിട്ട് കിളവ്. உலகம் அழகு கலைகளில் சுரங்கம் பருவத்திலே இணங்கும் காலமே ஓடிவா காதலே தேடிவா. ഈ പെൺപിള്ളേർക്കൊക്കെ ഇപ്പൊ കിളികളോടാണ് പ്രേമം. എനിക്കാണെങ്കിൽ സൗന്ദര്യം അല്പം കൂടിയും പോയി. എന്ത് ചെയ്യും? ആ പെൺകൊച്ചു മാറി വൃദ്ധനായ. ഇതെന്ത് മറിമായം? അതോ മോർഫിങ്ങാ? എന്താ മൂപ്പരെ വല്ലതും ചവച്ചേർന്നാ? അവന്റെ ഒരു പാട്ട്. എന്ത് അങ്ങനെ ഒന്നും ജോണി വീഴൂല മോളെ, ജോണി വീഴൂല മോളെ. എന്താ നീ പോയി 2 ലാർജ് വിട്ട് കിടന്നു ഉറങ്ങാം.
ഇട്ടതാണോ? നമ്മുടെ പ്രതിപക്ഷ നേതാവല്ലേ വരുന്നേ? അതെ, മീൻ മെഴുങ്ങിയ ശേഷം പുള്ളിക്കാരന്റെ ശബ്ദം മാറിയെന്ന് പറയുന്ന കേട്ടു. ആണോ? അതെ, നമുക്കൊരു സൗണ്ട് ടെസ്റ്റ് നടത്തിയാലോ? ഒന്ന് ചുമ്മാ ഇരിടി, നീ വെറുതെ നിന്നാ മതി, ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. ചേട്ടാ, സമയം എന്തായി? 7:50. ആക്കിയതാണല്ലേ? എന്റെ സമയം ശരിയല്ല. ഒരു കിളിയെ പേടിച്ച് ഊരിയിട്ട് കിടക്കാൻ നാണമില്ലടോ നിങ്ങൾക്ക്? വെറുതെ അല്ല താനൊക്കെ 16 കൊല്ലം സർവേക്കല്ല് പോലെ പ്രതിപക്ഷത്ത് ചൊറിയും കുത്തി ഇരുന്നത്. അവൻ വെറും കിളിയല്ലല്ലോ, പ്രതികരിക്കുന്ന കിളിയല്ലേ. അവന് കാരിരുമ്പിന്റെ കരുത്തും ആനയുടെ കുതിരശക്തിയുമാ. അതെ, അവന്റെ മീശ മാത്രം കണ്ടാ പോരെ. നിർത്തട. എടാ, ചീറ്റപ്പുലിയുടെ ശൗര്യം, വേഗത, ആക്രമണത ഇതൊക്കെ ഉള്ളത് കൊണ്ടാ ഈ ഔസേപ്പ് ചീറ്റ ഔസേപ്പായത്. ഞാൻ ആരാണെന്ന് ഈ നാട്ടുകാർ മുമ്പിൽ തെളിയിക്കും. അതിനുള്ള സുവർണ അവസരമാണിത്. തെളിയിക്കണം. ആ നാട്ടുകാരുടെ മുന്നിലിട്ട് അവന്റെ തൊലി ഉരിക്കണം. അവൻ ഈ നാട്ടിൽ തലയുയർത്തി നടക്കരുത്. മതി. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. നിങ്ങളൊന്ന് ജീപ്പിക്കാറ. എന്നെ നിറയ്ക്കാ. അത് ബാഹുലേനല്ലേ? ബാഹുലേന്റെ അപ്പോ നിങ്ങൾ ഇവിടെ നിൽക്കേ, ഞാൻ ഒറ്റയ്ക്ക് പോന്ന് ഷൈൻ ചെയ്യട്ടെ. കാണാൻ പോകുന്ന പൂരം കണ്ടറിഞ്ഞാ മതിയല്ലോ, അല്ലേ? ഇന്ന് അവന്റെ കട്ട പുക. നീയാണോടാ കിളി? ഇനി ആരാടാ? അതെയാരാ? ഇതാര്? ജോണിക്കുഞ്ഞോ? ഈശോ മറിയം പിന്നെ ആരെന്ന് കരുതി? കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള റൂട്ടുകളിലെ പ്രശ്നം തീർക്കാൻ ഈ ജോണി തന്നെ വരണ്ടായോ? പിന്നെ ജോണിച്ച, നമ്മൾ അവസാനമായി കണ്ടിട്ട് കുറഞ്ഞത് ഒരു 7-7.5 വർഷമായി കാണും. ഈ സാറിന് എല്ലാം ഓർമ്മയുണ്ട്. അയ്യോ, പിന്നെ അപ്പൊ നിങ്ങൾ ഫ്രണ്ട്സ് അല്ലേ? പിന്നെ ഈശോയെ, ഈ പാട് ഇതുവരെ പോയില്ലേ സാറേ? ഈ പാടിന്റെ പുറകിൽ ഒരുപാട് കഥകളുണ്ടല്ലേ ഈശോ മറിയ ഔസേപ്പേട്ട? ജോണിക്കുഞ്ഞ് പതുക്കെ പതുക്കെ. ചാക്കപ്പൻ കേട്ടോട്ടെ, ചാക്കപ്പൻ കേട്ടോട്ടെ. ഞാൻ കേട്ടോട്ടെ, കുഴപ്പമില്ല. ഇരിക്കെ ചാക്കപ്പ. ഞാനന്ന് കോട്ടയം കാഞ്ഞിരപ്പള്ളി റൂട്ടിലെ പ്രശ്നം തീർക്കാൻ പോയ അന്ന് സാറ് കാഞ്ഞിരപ്പള്ളിയിലെ എസ് അല്ലേ? അതെ. തലമൂത്ത ബസ് ഓണർ മുസ്തഫയെ ഞാൻ നാട് റോഡിലിട്ട് തല്ലി. അന്ന് മുസ്തഫയുടെ ചിക്കിലിയും വാങ്ങിച്ചോണ്ട് സാറിനെ തല്ലാൻ വന്നതാ. അന്ന് എന്റെ ലിവർ കൊണ്ട് കിട്ടിയ അടിയുടെ പാടായത്. ജോണിക്കുഞ്ഞ് പതുക്കെ പതുക്കെ. ചാക്കപ്പൻ കേട്ടോട്ടെ, കേട്ടോട്ടെ. ഞാൻ കേട്ടോട്ടെ, ഞാൻ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ആ, ജീവിക്കാനുള്ള ഓരോ തത്ര പാടേ. അതെന്ത് പടിയേ? അല്ല, ഈ പഴയ കത്തള പിത്തള കളിയൊക്കെ ഉണ്ടോ? എന്തായി സ്ലോ മോഷൻ കാർത്തിയാനി? ജോണിക്കുഞ്ഞ് പതുക്കെ പതുക്കെ. ചാക്കപ്പൻ കേട്ടോട്ടെ, ചാക്കപ്പൻ കേട്ടോട്ടെ. എനിക്കിതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ്. ഒരു കാര്യം ചെയ്യും. പിന്നെ ഞാനൊരു ലോങ് ലീവ് എടുക്കാം. ലോങ് ലീവാ? എന്തിന്? ഒരു വശത്ത് ജോണിക്കുഞ്ഞ്, മറുവശത്ത് ബാഹുലയൻ, ഞാൻ ഇടയിൽ കിടന്ന് ചളുങ്ങും. അപ്പോ ലോങ് ലീവാ നല്ലത്. മോന്റെ ഇഷ്ടം പോലെ എന്ത് വേണേലും ചെയ്തു. എനിക്കൊന്നും കാണാൻ മേലേ. ബാബുവാ.